നമുക്ക് ഓട്ടോ സൈക്കിളിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഓൾറെഡി അതിൻ്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഓൾറെഡി മുൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. 2 പ്രോബ്ലം നമ്മൾ നോക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 2-3 പ്രോബ്ലം കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ പ്രോബ്ലത്തിൽ പറയുന്നത് ഇൻ ആൻ എയർ സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിൾ, അപ്പോൾ സൈക്കിൾ ഏതാണ്, അതായത് നമ്മുടെ ഏത് സൈക്കിളാണെങ്കിലും ആ സൈക്കിളിൽ മനസ്സിലാക്കാൻ പറ്റും ഏത് സൈക്കിളാണെന്ന്. കാരണം ഡീസൽ സൈക്കിളുണ്ട്, കാർനോട്ട് സൈക്കിളുണ്ട്, ഏത് പ്രോബ്ലം ആണെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഓട്ടോ സൈക്കിൾ എന്ന് തന്നെ പറയുന്നു. ദ കണ്ടീഷൻ ഓഫ് എയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് കംപ്രഷൻ ഈസ് 1 bar 300 Kelvin. The temperature at beginning end of burning are 400 degrees Celsius and 1000 degrees Celsius. Determine compression ratio and thermal efficiency. സോ നമ്മളൊരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും ആദ്യം ഇനിഷ്യലി ചെയ്യേണ്ട കാര്യം അതിൻ്റെ ഏത് സൈക്കിളാണോ ആ സൈക്കിളിൻ്റെ PV/TS ഡയഗ്രാം ഇവിടെ റൈറ്റ് സൈഡിൽ വരച്ചിടുക. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ നമുക്ക് ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം വായിച്ച് കഴിയുമ്പം ഏതൊക്കെ പോയിന്റിലെ ഡേറ്റാസാണ് തന്നിരിക്കുന്നതെന്ന് ആ സൈക്കിൾ നോക്കി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ റിലേഷൻ എടുക്കാൻ ഏത് പ്രോസസ്സാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PV/TS ഡയഗ്രാം വരച്ചിട്ടാൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സോ ഇതിൽ ഫസ്റ്റ് തിങ് നമുക്ക് തന്നിരിക്കുന്നത് കണ്ടീഷൻ ഓഫ് എയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് കംപ്രഷൻ. ബിഗിനിങ് ഓഫ് കംപ്രഷൻ എന്ന് പറയുമ്പോൾ എവിടെയാണ് കംപ്രഷൻ? ഇവിടെയാണ് കംപ്രഷൻ പോയിന്റ്. അതായത് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരുന്നു. 1 to 2 പ്രോസസ്സാണ് എന്ത്, നമ്മുടെ ഐസെൻട്രോപ്പിക് അല്ലെങ്കിൽ അഡയാബാറ്റിക് കംപ്രഷൻ എന്ന് പറയുന്നത്. സോ ഈ കംപ്രഷൻ ഇതിൻ്റെ ഇനീഷ്യലുള്ള ഈ പോയിന്റിൽ എന്താണ് തന്നിരിക്കുന്നത്? 1 bar 300 Kelvin തന്നിട്ടുണ്ട്. അതായത് പ്രഷറും ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. സോ ദ ടെമ്പറേച്ചർ അറ്റ് ബിഗിനിങ് എൻഡ് ഓഫ് ബേണിംഗ് ആർ 400 degrees Celsius ആൻഡ് 1000 degrees Celsius. അതായത് ബേണിങ്ങിൻ്റെ ബിഗിനിങ്ങും എൻഡും, അതായത് 0.2, 0.3 അവിടുത്തെ എന്ത് തന്നിരിക്കുന്നു? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതായത് 2ലെയും 3ലെയും ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റസൊക്കെ എടുത്തെഴുതാം. സോ ഗിവൺ ഡേറ്റ. സോ ഡേറ്റസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 0.1 തന്നിട്ടുണ്ട്. അതായത് P1 എന്ന് പറയുന്നത് 1 bar, T1 എന്ന് പറയുന്നത് 300 Kelvin. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ഏതിൻ്റെയൊക്കെ ആയിരുന്നു? 0.2ൻ്റെ 0.3യുടെയും ടെമ്പറേച്ചർ, അതായത് ബിഗിനിങ് എൻഡ് ഓഫ് ബേണിംഗ്. അതായത് T2 is equal to 400 degrees Celsius and T3 is equal to 1000 degrees Celsius. ഇതിനെന്ത് ചെയ്യുക? കെൽവിനിലേക്ക് ഫസ്റ്റിൽ തന്നെ കൺവേർട്ട് ചെയ്ത് വെച്ചേക്കുക. 273 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 673 കെൽവിൻ വരും. ഇവിടെ 273 ആഡ് ചെയ്യണം, 1273 കെൽവിൻ. അപ്പോൾ നമ്മുടെ ഗിവൺ ഡാറ്റാസിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്? ടു ഫൈൻഡ്. ഓക്കെ, ഇനീഷ്യലി നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു? കംപ്രഷൻ റേഷ്യോ R. അതുപോലെ തന്നെ സെക്കൻഡ് വൺ കാണാൻ പറഞ്ഞിരിക്കുന്നത് തെർമൽ എഫിഷ്യൻസിയാണ് അല്ലേ? തെർമൽ എഫിഷ്യൻസിയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, നീറ്റ്. ഈ 2 എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു പോയിന്റിലെ പ്രഷർ തന്നിട്ടുണ്ട്, ആ പോയിന്റിൻ്റെ ടെമ്പറേച്ചർ ഉണ്ട്, വേറെ 2 പോയിന്റിലെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ആണ് നമുക്കിവിടെ കൂടുതലായിട്ട് തന്നിരിക്കുന്നത്. അപ്പം R എന്ന് പറയുന്നത് എന്താണ്? കംപ്രഷൻ റേഷ്യോ. സൊല്യൂഷനിലേക്ക് കിടക്കാം. സോ R എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണ് അല്ലേ? കംപ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ PV ഡയഗ്രാം വെച്ച് എടുക്കുകയാണെങ്കിൽ V1/V2 എന്ന് പറയുന്നതാണ് നമ്മുടെ കംപ്രഷൻ റേഷ്യോ. അതായത് ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. അപ്പോൾ അതാണ് V1/V2. ഇതാണ് ടോട്ടൽ വോളിയം അല്ലേ? ഇവിടെ നിന്ന് ഇവിടെ വരെ ടോട്ടൽ വോളിയം. ക്ലിയറൻസ് വോളിയം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ വരും, ഇതാ ഈ പോയിന്റിൻ്റെ ഇവിടം വരെ, അതായത് V2. അപ്പോൾ V1/V2 എന്ന് പറയുന്നതാണ് എന്ത്? കംപ്രഷൻ റേഷ്യോ. സോ ഈ റിലേഷനിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? R കിട്ടത്തുള്ളൂ അല്ലേ? അപ്പം ആ R കണ്ടെത്താൻ ഈ V1/V2 വേണം. അപ്പോൾ ഈ V1/V2 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഓൾറെഡി അറിയാം ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്, അതായത് 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. ഐസെൻട്രോപ്പിക്
പ്രോസസ്സാണ്. സോ ഇവിടെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ടെമ്പറേച്ചറിനും വോളിയത്തിൻ്റെ ഒരു റിലേഷൻ. നമ്മൾ നേരത്തെ അത് പഠിച്ചാണ്. അതായത് നമ്മുടെ ഈ ഐസെൻട്രോപ്പിക് പ്രോസസ്സാണോ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം ആണോ, കോൺസ്റ്റൻറ്റ് പ്രഷറാണോ, കോൺസ്റ്റൻറ്റ് വോളിയം ആണോ, അഡയബാറ്റിക് ആണോ, പോളിൻട്രോപ്പിക് ആണോ, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രോസസ്സുകൾക്കും അതിൻ്റെ PVT റിലേഷൻ നമുക്ക് ഒരു ടേബിളിൽ തന്നിരുന്നു. അപ്പോൾ ഇതിൽ റിലേഷൻസൊക്കെ ഓൾറെഡി പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എന്നാൽ മാത്രമേ, ഇല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് പഠിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല. സോ നമുക്ക് ആ റിലേഷൻ എഴുതാം. ടെമ്പറേച്ചറിനും വോളിയത്തിൻ്റെയും റിലേഷൻ എന്ന് പറയുന്നത് T2 by T1 ഈസ് ഈക്വൽ ടു V1 by V2 the whole power ഗാമ മൈനസ് 1. ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. സോ ഇതിലെ V1 by V2 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, R ആണെന്ന്. സോ നമുക്കിതിൽ നിന്ന് എന്തെഴുതാം? V1 by V2ൻ്റെ റിലേഷൻ എഴുതാം. അതായത് V1 by V2 ഈസ് ഈക്വൽ ടു T2 by T1 the whole power 1 by ഗാമ മൈനസ് 1. ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ 1 by 1. സോ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ കൊടുക്കാം. കാരണം എന്താ? T2 T1 നമുക്ക് ഓൾറെഡി നമ്മുടെ ഗിവൺ ഡാറ്റാസിൽ ഉള്ളതാണ്. അതിനെ നമ്മൾ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്, T2 T1. സോ നമുക്ക് അത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും? അതായത് T2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 673 ആണ്, ഡിവൈഡഡ് ബൈ T1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 300 ആയിരുന്നു. ദ ഹോൾ പവർ 1 ബൈ ഗാമയുടെ വാല്യൂ എന്ത് വരും? ഗാമയുടെ വാല്യൂ 1.4 വരും, കാരണം ഇവിടെ എയർ ആണ് മീഡിയം. സോ 1.4 മൈനസ് 1. സോ ഇതിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7.53 എന്ന് വരും. അതായത് നമ്മുടെ കംപ്രഷൻ റേഷ്യോ R എന്ന് പറയുന്നത് 7.53 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് കണ്ടെത്തി. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എഫിഷ്യൻസിയാണ്. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 മൈനസ് 1 ബൈ R പവർ ഗാമ മൈനസ് 1 എന്നാണ് അറിയാം. ഈ R എൻ്റെ ഒരു ലിപിയിൽ എഴുതുന്നതാണ്. ഈ R നിങ്ങൾക്ക് വേണമെങ്കിൽ R ഇങ്ങനെ തന്നെ എഴുതിപ്പോക്കോ. അങ്ങനെ ആകുമ്പോൾ ഗാമയായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമാറ്റിലേക്ക് ആറിനെ കൊണ്ടുവന്നത്. കാരണം ഇങ്ങനെ R എഴുതും, ഇതേപോലെ ഗാമ എഴുതും. അവസാനം ചെയ്ത് നമ്മൾ ഡെറിവേഷനൊക്കെ എഴുതി കഴിയുമ്പോൾ ഇതിൽ ഗാമ ഏതാ R ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ഈ R ഉപയോഗിക്കേണ്ട, R ഇങ്ങനെ തന്നെ ഉപയോഗിച്ചു. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അറിയാം. സോ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിളാണ്. 1 മൈനസ് 1 ബൈ 7.53 ദ ഹോൾ പവർ 1 ബൈ 4 മൈനസ് 1. സോ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.554 കിട്ടും. 0.554 പെർസെൻറ്റേജിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് 55.4%. ഇതാണ് ഇത്രയും എഫിഷ്യൻസി ഉള്ള എഞ്ചിനാണിത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിരുന്ന കാര്യങ്ങൾ, റിസൾട്ട് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ R ആയിരുന്നു. Rൻ്റെ വാല്യൂ നമുക്ക് 7.53 കിട്ടി. സെക്കൻഡ് വൺ കാണേണ്ടത് എഫിഷ്യൻസി ആയിരുന്നു. എഫിഷ്യൻസി എന്ന് പറയുന്നത് 55.4% കിട്ടി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. ആ പ്രോബ്ലത്തിൽ ആകെ നമുക്ക് തന്നിരുന്നത് എന്തൊക്കെയായിരുന്നു? ഇനീഷ്യലി ബിഗിനിങ് ഓഫ് കംപ്രഷനിൽ 1 bar 300 കെൽവിനുള്ള പോയിന്റ്, ആ പോയിന്റ് ഇവിടെയാണ് ബിഗിനിങ് ഓഫ് കംപ്രഷൻ. ദ ടെമ്പറേച്ചർ അറ്റ് ബിഗിനിങ് എൻഡ് ഓഫ് ബേണിംഗ് ആർ. ബേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹീറ്റ് അഡീഷൻ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. 2 to 3 ആയിരുന്നു. ആ 2 to 3യിലെ 2ൻ്റെയും 3യുടെയും പോയിന്റിലുള്ള ടെമ്പറേച്ചറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ പോയിന്റ് 3 എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ടെമ്പറേച്ചർ റീജിയൻ ആയിരിക്കും. അതായത് ഈ ഓട്ടോ സൈക്കിളിൻ്റെ ഏത് പോയിന്റ്, അതായത് ഇതിനെ 3 എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ പോയിന്റ് ആയിരിക്കും എപ്പോഴും ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. അതേപോലെ T1 എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. സോ അത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ് 1 to 2 എന്ന് പറയുന്നത്. ആ പ്രോസസ്സിൻ്റെ ഇതെടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് കണ്ടുപിടിച്ചു? V1 by V2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ആ വാല്യൂ വരുന്നത് എന്തെന്ന് പറയുന്നത്? R എന്ന് പറയുന്നത്. കാരണം കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ സിലിണ്ടർ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം ആയിരുന്നു, അല്ലേ? സോ ക്ലിയറൻസ് വോളിയം, സെപ്റ്റ് വോളിയം, ടോട്ടൽ സിലിണ്ടർ വോളിയം എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓൾറെഡി ഞാനതിന് പറഞ്ഞു. സോ അതിൽ നിന്ന് നമ്മൾ എന്ത് കിട്ടി? നമ്മുടെ Rൻ്റെ വാല്യൂ കിട്ടി. Rൻ്റെ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ തെർമൽ എഫിഷ്യൻസി കണ്ടു. 55.4% ആണ് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഈ ഫോർമാറ്റിൽ വേണം ഒരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യാനായിട്ട്. അതുപോലെ ഒരു പ്രോബ്ലം
നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം ആദ്യമേ തന്നെ അത് ഏത് സൈക്കിളിൻ്റെ ആണോ അതിൻ്റെ PVTS ഡയഗ്രാം വരയ്ക്കുക. അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗിവൺ ഡേറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്തൊക്കെ ഡേറ്റാസ് തന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക, കണ്ടുപിടിക്കേണ്ട എന്തെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക ടു ഫൈൻഡ് ആയിട്ട്, അതിനുശേഷം സൊല്യൂഷൻ തുടങ്ങുക, ഫൈനലി റിസൾട്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് ഒരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമാറ്റും വൃത്തിയായി തന്നെ പ്രസൻറ്റ് ചെയ്യാനും സാധിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ പറയുന്നത് ഇൻ ആൻ ഓട്ടോ സൈക്കിൾ, വീണ്ടും ഓട്ടോ സൈക്കിൾ എന്ന് തന്നെ പറയുന്നു. കണ്ടീഷൻ ഓഫ് എയർ ഈസ് 27 degrees Celsius ആൻഡ് 1 bar അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് കംപ്രഷൻ. സോ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന എയറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 27, അതായത് ഈ പോയിൻ്റ്, ഫസ്റ്റ് പോയിൻ്റ്, അതാണ് എന്ത് നമ്മുടെ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്റിലുള്ള നമ്മുടെ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 degrees Celsius 1 bar ആണ്. സോ അത് നമുക്ക് അവിടെ നിന്നും കിട്ടി. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇഫ് ദ ക്ലിയറൻസ് വോളിയം ഈസ് 20% ഓഫ് ദി സ്വെപ്റ്റ് വോളിയം. ഓൾറെഡി ഇപ്പോൾ ക്ലിയറൻസ് വോളിയം, സ്വെപ്റ്റ് വോളിയം, ടോട്ടൽ സിലിണ്ടർ വോളിയം എന്നുള്ള കൺസെപ്റ്റൊക്കെ നമുക്കറിയാം. എങ്കിലും ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഒരു സിലിണ്ടറിൻ്റെ ടോപ്പ് പോർഷൻ, അതുപോലെ ബേസ്. അപ്പോൾ ഈ പിസ്റ്റൺ എത്ര വരെ മൂവ് ചെയ്ത്, അതായത് എത്ര വരെ നമുക്ക് ഫ്യൂവലിന് അല്ലെങ്കിൽ എയറിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, ആ പോയിന്റ് വരെ ഉള്ളതിന് ഇത്രയും നമ്മൾ എന്ത് വിളിക്കും? V1 എന്ന് പറയാം. കാരണം വോളിയം ടോട്ടൽ സിലിണ്ടർ വോളിയമാണ് V1. സോ അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നു? കംപ്രഷൻ ചെയ്യുന്നു, അല്ലേ? കംപ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പോഴും പറഞ്ഞിരുന്നു, കംപ്രസ് ചെയ്യുമ്പം ടോട്ടൽ ഇങ്ങനെ എൻഡ് വരെ അത് വരത്തില്ല. കാരണം ഇവിടെ ഒരു ക്രൗൺ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു ക്ലിയറൻസ് വോളിയം ഉണ്ടാവും. അപ്പം പിസ്റ്റൺ എവിടം മുതൽ എവിടം വരെ മൂവ് ചെയ്യുന്നോ അത്രയും ഭാഗത്തിനെ നമ്മൾ സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞിരുന്നു, സ്വെപ്റ്റ് വോളിയം എന്ന്. സോ ടോട്ടൽ സിലിണ്ടർ വോളിയമാണ് എന്ത് ഈ ഇത്ര ഏരിയ എന്ന് പറയുന്നത്. അതിൽ പിസ്റ്റൺ എവിടം വരെ ടോട്ടൽ മൂവ്മെൻറ്റ് നടത്തുമോ അവിടം വരെ ഉള്ളതിനെ നമ്മൾ, പിസ്റ്റൺ മൂവ്മെൻറ്റ് നടത്തുന്ന അത്ര ഏരിയയിലുള്ളതിനെ നമ്മൾ സ്വെപ്റ്റ് വോളിയം എന്നും പറയുന്നു. അപ്പോൾ ബാക്കിയുള്ളതാണ് എന്ത്? ക്ലിയറൻസ് വോളിയം. അതായത് നമ്മൾ VC എന്ന് എഴുതാം, ഇതിനെ നമുക്ക് VS എന്ന് എഴുതാം. സോ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇഫ് ദ ക്ലിയറൻസ് വോളിയം ഈസ് 20% ഓഫ് ദി സെപ്റ്റ് വോളിയം. സെപ്റ്റ് വോളിയത്തിൻ്റെ 20% ക്ലിയറൻസ് വോളിയം. സെപ്റ്റ് വോളിയത്തിനകത്ത് 20% എത്രയാണോ അത്രയും തന്നെ ആ ഒരു വാല്യൂ ആണ് എന്ത്? നമ്മുടെ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ടോട്ടൽ സിലിണ്ടർ വോളിയത്തിൻ്റെ 20% എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ സെപ്റ്റ് വോളിയം എത്രയാണോ അതിൻ്റെ 20% എന്ന് പറയുന്നതായിരിക്കും എന്ത്? ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്റ് നമുക്ക് അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ. കംപ്രഷൻ എൻഡ് ചെയ്യുന്ന ഏത് പോയിന്റില്ല? 2ൽ. അപ്പോൾ T2ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ആൻഡ് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ദി സൈക്കിൾ. സൈക്കിളിൻ്റെ തെർമൽ എഫിഷ്യൻസി അല്ലെങ്കിൽ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയും നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റിൽ തന്നെ പോവുക, PVTS ഡയഗ്രാം വരയ്ക്കുക. ഇത് ഈ പ്രോബ്ലം ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അല്ലാത്ത പ്രോബ്ലത്തിന് ഇത് വരയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ സിലിണ്ടർ പിസ്റ്റൺ വെച്ചിട്ടാണ് പറയുന്നത്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാണെന്നേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സോ ഇനീഷ്യലി നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് കണ്ടെത്താം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു ഡേറ്റാസ്. ഗിവൺ ഡേറ്റ ആയിട്ട് നമുക്ക് എഴുതാം. സോ ഗിവൺ ഡേറ്റയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്നത്? ഇനീഷ്യലായിട്ടുള്ള, അതായത് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണോ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് എടുത്തെഴുതാം. P1 = എന്ന് പറയുന്നത് 1 bar ആണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് 27 degree Celsius ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ 273 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്താൽ എത്ര വരും? 300 കെൽവിൻ വരും. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ക്ലിയറൻസ് വോളിയം ഈസ് 20% ഓഫ് സെപ്റ്റ് വോളിയം. അപ്പോൾ നമുക്കിതിനെ ഇനി VC VS എന്നുള്ളതെല്ലാം വിട്ടിട്ട് നമുക്ക് V1 V2 എന്നുള്ള ടൈമിലേക്ക് കൊണ്ടുവരാം. കാരണം ഇത് V1 ഉം ഇത് V2 ആണല്ലോ. സോ V1 എന്ന് പറയുന്നതാണ് ടോട്ടൽ സിലിണ്ടർ വോളിയം, അത് നമുക്കറിയാം. ഓക്കെ, ഓൾറെഡി V2 എന്ന് പറയുന്നത് ക്ലിയറൻസ് വോളിയം ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ V2 എന്ന് പറയുന്നത്, അതായത് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് 20% ഓഫ് സെപ്റ്റ് വോളിയം ആണ്, അല്ലേ? സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? V1 നിന്ന് V2, V1 എന്ന് പറയുന്നതാണ് ടോട്ടൽ സിലിണ്ടർ വോളിയം. ആ V1 നിന്ന് V2 കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതായിരിക്കുമല്ലോ ഇത്രയും
ഏരിയയുടെ വോളിയം. സോ V1 മൈനസ് V2, അതായത് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് 20% ഓഫ് സെപ്റ്റ് വോളിയം. ആ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് V1 മൈനസ് V2, ടോട്ടൽ സിലിണ്ടർ വോളിയം മൈനസ് ക്ലിയറൻസ് വോളിയം ചെയ്താൽ എന്ത് കിട്ടും? സെപ്റ്റ് വോളിയം നമുക്ക് കിട്ടും. സോ നമുക്കതിനെ പെർസെൻറ്റേജ് മാറ്റി എഴുതാം, V1 മൈനസ് V2. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നോക്കാം. ടു ഫൈൻഡ്, സോ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ. ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ, അതായത് T2. നമ്മളിപ്പോൾ ഈ T2 T1 എന്നൊക്കെ മനസ്സിലാക്കാൻ എങ്ങനെയാണ് സാധിച്ചത്? PVTS ഡയഗ്രാം നമ്മൾ വരച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാവത്തില്ല ഏത് പോയിന്റ് ആണെന്നൊക്കെ. അപ്പോൾ ക്വസ്റ്റ്യനിൽ T2 T1 എന്നൊന്നും തരത്തില്ല. എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കിയാൽ അറിയാമല്ലേ, കണ്ടീഷൻ ഓഫ് എയർ ഈസ് 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 bar അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് കംപ്രഷൻ. കംപ്രഷൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുത്തെ പോയിന്റ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനിപ്പം 1 എന്ന് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്? P1 T1 എന്നൊക്കെ എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? T2 കണ്ടുപിടിക്കാനല്ല, ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ PVTS ഡയഗ്രാം നമ്മൾ വരച്ചിടണം. സോ ഇനിഷ്യലി T2 കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ തെർമൽ എഫിഷ്യൻസി കാണാനും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് കിടക്കാം. സോ സൊല്യൂഷനിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് V2 എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് എഫിഷ്യൻസി കാണണമെങ്കിൽ നമുക്ക് എന്ത് കാണണം? R-ൻ്റെ വാല്യൂ കാണണം. സോ ഇനീഷ്യലി നമുക്ക് R-ൻ്റെ വാല്യൂ ഇവിടെ കാണാൻ പറഞ്ഞിട്ടില്ലെങ്കിലും R-ൻ്റെ വാല്യൂ ഇല്ലാതെ നമുക്ക് എന്ത് കാണാൻ പറ്റത്തില്ല? തെർമൽ എഫിഷ്യൻസി കാണാൻ പറ്റത്തില്ല. T2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സ് ആണെന്നും അവിടെ ടെമ്പറേച്ചറിന് വോളിയത്തിന് ഒരു റിലേഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടെമ്പറേച്ചർ കാണാം. പക്ഷേ വോളിയവും ടെമ്പറേച്ചറായിട്ടുള്ള റിലേഷൻ എടുക്കുമ്പോഴും വോളിയത്തിൻ്റെ റേഷ്യോ വേണം. സോ അപ്പോൾ ഇനീഷ്യലി നമുക്ക് എന്താണ്? R കണ്ടുപിടിച്ചേ സാധിക്കുകയുള്ളൂ. സോ നമുക്ക് നോക്കാം. V2 ഈസിക്വൽ ടു എന്ന് പറയുന്നത് 0.20 V1 മൈനസ് V2 ആണെന്ന് പറഞ്ഞു. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ വാല്യൂവിനെ അകത്തേക്ക് കൊടുക്കാം, അല്ലേ? അകത്തേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? 0.20 V1 മൈനസ് 0.20 V2 എന്ന് വരും. ഈ വാല്യൂവിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. V2 പ്ലസ് 0.20 V2 ഈസിക്വൽ ടു 0.20 V1. സോറി, അതായത് V1 എന്ന് പറയുന്നത്, ഓക്കെ, അതായത് 1.2 V2 ഈസിക്വൽ ടു 0.20 V1 എന്ന് പറഞ്ഞു. ഈ ഫോർമാറ്റിലേക്ക് നമുക്ക് എത്തി നിൽക്കുകയാണ്. അതായത് V2 ഈസിക്വൽ ടു 0.20 V1 മൈനസ് V2 ആയിരുന്നു. അതിനെ നമ്മൾ അകത്തേക്ക് കൊടുത്തു, സോൾവ് ചെയ്ത് വന്നപ്പം V2ൻ്റെ ടൈമെല്ലാം ഒറ്റ ഇതിലും V1ൻ്റെ ടൈമെല്ലാം നമ്മൾ റൈറ്റ് സൈഡിലും ആക്കി നിർത്തി. ഇപ്പം നമുക്ക് നോക്കിയേ, 1.2 V2 ഈസിക്വൽ ടു 0.2 V1 എന്ന് പറഞ്ഞു, അല്ലേ? ഇനി നമുക്കിതിനെ V1 ബൈ V2 എന്ന് എഴുതാമല്ലോ. V1 ബൈ V2 എന്നെഴുതിയാൽ അങ്ങനെ വരും 1.2 ഡിവൈഡഡ് ബൈ 0.2 എന്ന് വരും. അതായത് ആൻസർ 6 എന്ന് വരും. അതായത് നമ്മുടെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് വന്നു? 6 എന്ന് വന്നു. ഇനി വേറെ രീതി ചെയ്യാൻ പറ്റുന്നത്, നമുക്കറിയാം R ഈസിക്വൽ എന്ന് പറഞ്ഞാൽ ക്ലിയറൻസ് വോളിയം പ്ലസ് സ്ട്രോക്ക് വോളിയമാണ്, അല്ലേ? അതായത് ടോട്ടൽ സിലിണ്ടർ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. നമുക്കറിയാം ടോട്ടൽ സിലിണ്ടർ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയമാണ് എന്ത്? R എന്ന് പറയുന്നത്, അല്ലേ? സോ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? 20% ഓഫ് സ്ട്രോക്ക് വോളിയമാണ്. അതായത് 0.2 VS പ്ലസ് VS സ്ട്രോക്ക് വോളിയം തന്നെയാണല്ലോ. ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം എന്താണ്? 0.2 സ്ട്രോക്ക് വോളിയം, അല്ലേ? ഇതിന് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 1.2 ഡിവൈഡഡ് ബൈ 0.2 വരും. ഇത് ആഡ് ആവും, മേളിലും താഴെ ഒരേ ടൈം തന്നെ വന്നിരിക്കുന്നത്. സോ 1.2 ബൈ 0.2 വരും. അവിടെ 6. ഏത് വേണമെങ്കിലും രീതിയിൽ ചെയ്യാം, ഇത് ഏത് വേണമെങ്കിലും, നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായാൽ മതി. സോ നമുക്കപ്പോൾ എന്ത് ചെയ്തു? റേഷ്യോ കിട്ടി, അതായത് R-ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, R ഈസിക്വൽ ടു V1 ബൈ V2 എന്ന് വന്നു, അല്ലേ? അതായത് 6 എന്ന് നമുക്ക് കിട്ടി. സോ ഇത് തന്നെയായിരിക്കും എന്ത്? V4 ബൈ V3 എന്ന് പറയുന്നത്. കാര്യം എന്താ?
V1 V4 എന്താണ് സെയിം ആണ്. V2 ഈസ് ഈക്വൽ ടു എന്താണ് V3 ആണ്. സോ V4 ബൈ V3 എന്ന് പറഞ്ഞാലും V1 ബൈ V2 എന്ന് പറഞ്ഞാലും കംപ്രഷൻ റേഷ്യോ 6 തന്നെയായിട്ട് നമുക്ക് വരും. ഓക്കെ. സോ നമുക്കിനിയിപ്പം കംപ്രഷൻ റേഷ്യോ കിട്ടി. നമുക്കിനി കണ്ടുപിടിക്കേണ്ട പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതിൻ്റെ ടെമ്പറേച്ചർ ആയിരുന്നു. അതായത് കംപ്രഷൻ്റെ എൻഡിലുള്ള ടെമ്പറേച്ചർ, അതായത് 1 to 2 പ്രോസസ്സ് തന്നെ നമുക്ക് എടുക്കണം. സോ നമുക്ക് 1 to 2 എന്ന് പറയുന്ന ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എടുക്കാം. പ്രോസസ്സിലെ നമ്മുടെ റിലേഷൻ എന്തായിരുന്നു? T2 ബൈ T1 ഈസ് ഈക്വൽ ടു V1 ബൈ V2 ദ ഓൾ പവർ ഗാമ മൈനസ് 1 അല്ലേ? ഇനി ഗാമ മൈനസ് 1 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു വേണ്ട, കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? T2 എന്ന് പറയുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ T2 ബൈ T1 എത്രയായിരുന്നു? T1 എന്ന് പറയുന്നത് 300 കെൽവിൻ. സോ 300 ഈസ് ഈക്വൽ ടു V1 ബൈ V2 എന്താ നമുക്ക് കിട്ടിയത്? 6 എന്നാണ് കിട്ടി അല്ലേ? എയർ ആണ് 1.4 മൈനസ് 1 അല്ലേ? നമുക്കിതിനെ എന്താ എഴുതാം? T2 ഈസ് ഈക്വൽ ടു 300 ഇൻറ്റു 6 പവർ 0.4 അല്ലേ? സോൾവ് ചെയ്ത് 0.4 വരും. ഇനി ഇതിനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ, എത്ര വരുമെന്ന് നോക്കിക്കേ. നമുക്ക് 614.3 കെൽവിനിൽ വരും അല്ലേ? ഇവിടെ കെൽവിനാണ് കൊടുത്തിരുന്നത്. സോ ഒന്നില്ലെങ്കിൽ ആൻസർ കെൽവിനിൽ എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാം. 273 കുറച്ചാൽ മതി. അപ്പോൾ 341 ഡിഗ്രി സെൽഷ്യസ് വരും. പോയിൻ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സോ 614 കെൽവിനാണ് എന്ത് നമ്മുടെ കംപ്രഷൻ റേഷ്യോ എൻഡ് ചെയ്യുമ്പോൾ ഉള്ള പോയിന്റിലെ ടെമ്പറേച്ചർ. അതായത് ഈ പോയിന്റ് ഇവിടെ നോക്കിയാൽ ഈ പോയിന്റാണ്. സോ നെക്സ്റ്റ് നമുക്ക് അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് T2ൻ്റെ വാല്യൂ കിട്ടി 341 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. ഫോർ എൻ ഓട്ടോ സൈക്കിൾ തെർമൽ എഫിഷ്യൻസി എത്രയായിരുന്നു? ഇക്വേഷൻ എന്തായിരുന്നു? പറഞ്ഞു നോക്കിയേ. 1 മൈനസ് 1 ബൈ ആർ പവർ ഗാമ മൈനസ് 1 അല്ലേ? വളരെ സിമ്പിളാണ്. 1 മൈനസ് 1 ബൈ 6 പവർ 0.4. ഡയറക്റ്റ് 1.4 മൈനസ് 1 അങ്ങ് ചെയ്ത് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5116 എന്ന് വരും. സോ 0.51 വരെ നമുക്ക് എടുത്താൽ മതി. 51% ആണ് എൻജിൻ്റെ എഫിഷ്യൻസി. അതായത് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 51%. സോ നമ്മുടെ റിസൾട്ട്സ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് കാണേണ്ട എന്തായിരുന്നു? എൻഡ് ടെമ്പറേച്ചർ അല്ലേ? കംപ്രഷൻ്റെ എൻഡ് ടെമ്പറേച്ചർ. T2ൻ്റെ വാല്യൂ എത്ര കിട്ടിയത്? കെൽവിനിൽ എഴുതുന്നതിന് കെൽവിൻ എഴുതിയേക്കാം, എങ്ങനെ വേണമില്ല, ഏതാണ് ആൻസർ ആണെങ്കിലും കുഴപ്പമില്ല. അവിടുത്തെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 51%. ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇൻ ആൻ എയർ സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിൾ ദ കംപ്രഷൻ റേഷ്യോ ഈസ് 7 ആൻഡ് ദ കംപ്രഷൻ ബിഗൻസ് അറ്റ് 35 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 0.1 megapascal. The maximum temperature of cycle is 1100 ഡിഗ്രി സെൽഷ്യസ്. CPCV ചില പ്രോബ്ലങ്ങളിൽ നമുക്ക് തരാറുണ്ട്. ഇപ്പോൾ എയർ ആണെങ്കിൽ CPCVയുടെ വാല്യൂ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് CPCV തരാറുണ്ട്, ചിലപ്പോൾ നമുക്ക് തരത്തില്ല. എയർ ആണ് നമുക്ക് മെയിൻലി എപ്പോഴും ചോദിക്കുന്നത്. അതുകൊണ്ട് എയറിൻ്റെ CPCV പഠിച്ചു വെക്കുക. സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് അതിനു മുമ്പ് ആദ്യം നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഓട്ടോ സൈക്കിളാണെന്ന് നോക്കുക. അതുപോലെ തന്നെ സൈക്കിളിൻ്റെ PV TS ഡയഗ്രാം വരച്ചിടുക. ഇനിഷ്യലി ഇവിടെ ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് അതിനു മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കൂടെ ചെക്ക് ചെയ്തു പോകാം. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് പെർ kg ഓഫ് എയർ, അതായത് QS, നമുക്ക് ഹീറ്റ് സപ്ലൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടുത്തെ വർക്ക് ഡൺ എത്രയുണ്ടെന്ന് അറിയണം. സൈക്കിളിൻ്റെ എഫിഷ്യൻസി, മീൻ എഫക്റ്റീവ് പ്രഷർ, ഈ ടേംസ് ഒക്കെ നമുക്കിപ്പോൾ അറിയാം. സോ ഇനിഷ്യലി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
സോ എയർ സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിളിലെ കംപ്രഷൻ റേഷ്യോ തന്നിട്ടുണ്ട് 7 എന്ന് തന്നിട്ടുണ്ട്. കംപ്രഷൻ റേഷ്യോ, കംപ്രഷൻ ബിഗിൻസ്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, ആ പോയിന്റ് അതായത് ഈ പോയിന്റിലെ എന്ത് തന്നിട്ടുണ്ട്, പ്രഷറും തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ CPCB ഓൾറെഡി തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത് പഠിച്ചു വെക്കുക, കാണേണ്ടതും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ടെമ്പറേച്ചർ 1100 ആണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മാക്സിമം ടെമ്പറേച്ചർ ഇതായിരിക്കുമല്ലോ ഹയസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഗിവൺ ഡാറ്റാസ് എഴുതാം. 35 ഡിഗ്രി ഇതും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സോ ഗിവൺ ഡാറ്റാസ്. സോ ഗിവൺ ഡാറ്റയിൽ ആദ്യം ഇനിഷ്യലി നമുക്ക് തന്നിരിക്കുന്നത് എന്തായിരുന്നു പറഞ്ഞത്, ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. കംപ്രഷൻ റേഷ്യോ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അതായത് V1/V2 ടോട്ടൽ സിലിണ്ടർ വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം. നെക്സ്റ്റ് വൺ T1 അല്ലേ. T1 നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? കംപ്രഷൻ പോർഷനിലെ സ്റ്റാർട്ടിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് T1 എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമുക്കതിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാം അല്ലേ. 308 K വരും. അതേപോലെ തന്നെ പ്രഷർ P1 0.1 മെഗാപാസ്കലാണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഒന്നുമില്ല, 0.1ൻ്റെ കൂടെ ഇൻറ്റു 10⁶ കൊടുത്താൽ മതി, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദി സൈക്കിൾ എന്ന് പറയുന്നത് 1100 ഡിഗ്രി സെൽഷ്യസ് ആണ്. മാക്സിമം ടെമ്പറേച്ചർ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യുന്നത് എവിടെയാണ്, T3 അല്ലേ. സോ T3 ഈസ് ഈക്വൽ ടു 1100 ഡിഗ്രി സെൽഷ്യസ്. സോ ഇത് കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1373 കെൽവിൻ എന്ന് വരും. അപ്പോൾ ഇത്രയും നമുക്ക് ഗിവൺ ഡാറ്റാസ് ആയിട്ടുണ്ട്. സോ ഇനി കണ്ടുപിടിക്കേണ്ടത് ടു ഫൈൻഡ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഹീറ്റ് സപ്ലൈഡ് അല്ലേ. ഹീറ്റ് സപ്ലൈഡ് അതായത് QS. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ വർക്ക് ഡൺ W. സൈക്കിളിൻ്റെ എഫിഷ്യൻസി നീറ്റ. അതുപോലെ MEP അല്ലേ. PM എന്ന് കൊടുത്താലും മതി, അല്ലെങ്കിൽ MEP എന്ന് തന്നെ എഴുതാം, എങ്ങനെയാണല്ലോ ഉപയോഗിക്കാം. സോ ഇനീഷ്യലി തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. ആദ്യം തന്നിരിക്കുന്ന QS ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് ഈ സൈക്കിളിൻ്റെ ഹീറ്റ് സപ്ലൈഡ് ആണ്. അപ്പം ഡിറൈവ്ഡ് ചെയ്ത സമയത്ത്, ഡെറിവേഷൻ എഴുതിയ സമയത്ത് നമ്മൾ QSൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. അതായത് QS അതായത് ഹീറ്റ് സപ്ലൈഡ് ഈസിക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്, mCV ΔT എന്ന് പറഞ്ഞു. CV കൊടുത്തത് എന്തുകൊണ്ടാണ്, ഇത് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡീഷൻ ആയതുകൊണ്ടാണ് CV കൊടുത്തത്. mCV ΔT. ΔT എന്ന് പറയുന്നത് ഈ 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ടെമ്പറേച്ചറാണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. സോ m ഇൻറ്റു CV ഇൻറ്റു T3 മൈനസ് T2 എന്നുള്ളതാണ് QSൻ്റെ ഇക്വേഷൻ. നേരത്തെ നമ്മൾ എഴുതിയതാണ്. അതിൽ ഇപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പെർ kg ഓഫ് എയർ ആണ്. സോ പെർ kg ആണ്. സോ നമുക്ക് m ഇവിടെ വേണ്ട. അതായത് CV ഇൻറ്റു ΔT അതായത് T3 മൈനസ് T2. ഇനി ഈ T3 മൈനസ് T2 ഇനി നമുക്ക് എന്തൊക്കെ വാല്യൂസ് നോക്കണം. m 1 ആയിട്ട് കൺസിഡർ ചെയ്യാം, കാരണം തന്നിട്ടില്ല, നമുക്ക് അസ്യൂം ചെയ്യാം 1 എന്ന് കൺസിഡർ ചെയ്യാം. CV നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 0.718 എന്ന് തന്നിട്ടുണ്ട്. T3 തന്നിട്ടുണ്ട്, ഹൈ ടെമ്പറേച്ചർ 1100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. T2ൻ്റെ വാല്യൂ ഇല്ല. പക്ഷേ ഇവിടെ V1/V2 ഉണ്ട്. 2-3 പ്രോബ്ലങ്ങളായി നമ്മൾ കണ്ട ആ റിലേഷൻ, അതായത് 1 to 2 എന്ന് പറയുന്ന റിലേഷൻ, അതായത് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് അല്ലെ അഡിയാബാറ്റിക് പ്രോസസ്സിലെ റിലേഷൻ എന്തായിരുന്നു, T2/T1 ഈസിക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്, V1/V2 the whole power gamma minus 1. സോ ഇതിൽ നിന്ന് നമുക്ക് T2നെ കണ്ടെത്താൻ സാധിക്കും അല്ലേ. T2 ഈസിക്വൽ ടു T1 ഇൻറ്റു V1/V2.
V2 the whole power gamma minus 1. ഇനി എന്ത് ചെയ്യാം? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. T1ൻ്റെ വാല്യൂ എത്രയാണ്? 308 ഇൻറ്റു V1/V2ൻ്റെ റേഷ്യോ നമുക്കറിയാം. റേഷ്യോയുടെ ഓൾറെഡി കിട്ടി നമുക്ക്. എങ്ങനെ? ആറിൻ്റെ വാല്യൂ ഗിവൺ ഡേറ്റിൽ തന്നിട്ടുണ്ട്. സോ ആറിൻ്റെ വാല്യൂ കൊടുത്തു 7 ദ ഹോൾ പവർ 1.4 മൈനസ് 1 അല്ലേ? ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. സോൾവ് ചെയ്യുമ്പം 670 വരും. പോയിൻറ്റ് സംതിങ് കൂടെ 79 വരുന്നുണ്ട്. 670 എന്നുള്ള വാല്യൂ എടുത്താലും കുഴപ്പമില്ല. നമുക്കിതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാം. 397 വരും. ഓക്കെ. സോ ഇനീഷ്യൽ പ്രോസസ്സിൽ നമുക്ക് T2ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ T2ൻ്റെ വാല്യൂ നമുക്കായി. ഇനി നമുക്ക് T2ൻ്റെ വാല്യൂ ആയെങ്കിൽ ഇനി എന്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്? ഹീറ്റ് സപ്ലൈൻ്റെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പം QS ഈസിക്കൽ ടു എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് QS/M ഈസിക്കൽ എന്ന് പറയുന്നത് CV ഇൻറ്റു T3 മൈനസ് T2 അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കിയേ. 0.718 ഇൻറ്റു എത്രയായിരുന്നു ടെമ്പറേച്ചർ? കെൽവിനിൽ തന്നെ എടുക്കാം. അതായത് T3 അല്ലേ? T3 എന്ന് പറയുന്നത് 1373 മൈനസ് അടുത്ത് എന്ത് വരുന്നു? ഇക്വേഷൻ നോക്ക്. T2 അല്ലേ? അപ്പോൾ T2ൻ്റെ വാല്യൂ എത്രയായിരുന്നു? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ ഉള്ളൂ അല്ലേ? കെൽവിനിൽ തന്നെ എടുക്കുക. 670 തന്നെ എടുത്താൽ മതി. ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. സോൾവ് ചെയ്യുമ്പം 504 വരും. യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം. നമുക്ക് QS കിട്ടി. പെർ kg ആയതുകൊണ്ടാണ് ഇവിടെ kg വന്നത്. ഇനി ഇതിൻ്റെ ഒരു യൂണിറ്റ് ഒന്ന് നോക്കാം. അതായത് M ഇൻറ്റു CV ഇൻറ്റു ΔT എന്നാണല്ലോ. ഇതിൽ M എന്ന് പറയുന്നത് kg ആയിരിക്കും അല്ലേ? CVയുടെ വാല്യൂ ഓൾറെഡി ഇവിടെ പറഞ്ഞപ്പോൾ അതിൻ്റെ യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ഇൻറ്റു കെൽവിൻ അല്ലേ? ഇതും ക്യാൻസലായി പോവും. ക്യാൻസലായി പോവും. കിലോ ജൂൾ ഓർ ജൂൾ. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒന്നില്ലെങ്കിൽ കിലോ ജൂൾ അല്ലെങ്കിൽ ജൂൾ അല്ലേ? പെർ kg പറഞ്ഞതുകൊണ്ട് ഈ M നമുക്കിവിടെ ഇല്ലായിരുന്നു. M എവിടെയായിരുന്നു? Q/M ആയിരുന്നു അല്ലേ? അപ്പം നമുക്ക് M ഇല്ലായിരുന്നു. പകരം എന്താണ്? CV ഇൻറ്റു ΔT അല്ലേ? അപ്പം അതെന്തായിരുന്നു? കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ഇൻറ്റു കെൽവിൻ. കെൽവിൻ ക്യാൻസലായി പോയി. കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പം ഹീറ്റ് സപ്ലൈഡ് ആണെങ്കിലും ഹീറ്റ് റിജക്റ്റഡ് ആണെങ്കിലും ക്യൂവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജൂൾ അല്ലെങ്കിൽ കിലോ ജൂളാണ്. പെർ kg ചോദിച്ചതുകൊണ്ട് പെർ kg ഇവിടെ വന്നു. Q/M. M എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ. അപ്പം യൂണിറ്റിൻ്റെ കാര്യം ഓർത്തിരിക്കുക. കിലോ ജൂളാണ്. പെർ kg ചോദിച്ചതുകൊണ്ട് കിലോ ജൂൾ പെർ kg വന്നു. M ഇവിടെ കൺസിഡർ ചെയ്തില്ല. M ഇവിടെയാണ് കൺസിഡർ ചെയ്തത്. ബാക്കി ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ QS എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ കാണണമെങ്കിൽ നമുക്കറിയാം എഫിഷ്യൻസി കിട്ടിയാൽ പറ്റും. അതേപോലെ തന്നെ വർക്ക് ഡൺ കാണണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? വർക്ക് ഡൺ ഈസിക്കൽ ടു എന്ന് പറയുന്നത്, അതായത് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? QS മൈനസ് QR ആണ് അല്ലേ? അതിൽ QS നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്കൊരു കാര്യം ചെയ്യണം. അപ്പം QR കണ്ടുപിടിക്കണം അല്ലേ? QR കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് QRൻ്റെ ഇക്വേഷൻ എഴുതി നോക്കാം. അതായത് ഹീറ്റ് റിജക്ഷൻ QR ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിജക്റ്റഡ് HR. അതും എന്തായിരുന്നു? MCV ΔT. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ CV ഇവിടെ വരുന്നത്. സോ അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ kg കണ്ടുപിടിക്കാം. അതായത് നമ്മൾ ഓൾറെഡി ഹീറ്റ് സപ്ലൈഡ് പെർ kg ആണ്. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഡണ്ണും പെർ kg ആണ്. സോ നമുക്ക് QRും പെർ kg തന്നെ കിട്ടണം. അപ്പം QR/M. M ഇങ്ങോട്ട് വന്നു. CV ഇൻറ്റു ΔT. ദാറ്റ് ഈസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ CV ഇൻറ്റു ΔT എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ എങ്ങനെ എടുക്കും?
T4 മൈനസ് T1. അതായത് ഹീറ്റ് റിജക്ഷൻ നടത്തുന്ന പ്രോസസ്സ് T4 മൈനസ് T1. സോ T4 മൈനസ് T1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. വാല്യൂ എത്ര വരും? സി വിയുടെ വാല്യൂ 0.718 ഇൻറ്റു T4 എന്ത് ചെയ്യേ? T4 അപ്പം ഇല്ല. T4 കണ്ടുപിടിക്കാനില്ല. T4 നമുക്ക് എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഇവിടെ ഒന്നും തന്നിട്ടില്ല. T4 ഇല്ല. T4 ഇല്ല. T4 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇനി എവിടെ പോകണം? അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പായി അല്ലേ? സ്റ്റോപ്പായി. ഇനി നമ്മൾ T4 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു കാര്യം അറിയാം. ഈ 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് അല്ലേ? എക്സ്പാൻഷൻ ആണെങ്കിലും ഇത് കംപ്രഷൻ ആണെങ്കിലും ഇത് ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. സോ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. നേരത്തെ കണ്ട അതേ റിലേഷൻ തന്നെ അല്ലേ? അപ്പോൾ ആ റിലേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? T4 കണ്ടുപിടിക്കാം. ഓക്കെ. സോ T4 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് റിലേഷൻ എഴുതാം. എങ്ങനെ എഴുതുന്നത്? ഫോർ ഐസെൻട്രോപ്പിക് പ്രോസസ് 3 to 4 അല്ലേ? 3 to 4 T3 by T4 is equal to V4 by V3 the whole power gamma minus 1. ഇതിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് T4 കിട്ടും. സോ V4 by V3 എന്താണ്? V4 is equal to V1 ആണ്. V3 is equal to V2 ആണ്. സോ എന്താണ്? that also is equal to V1 by V2 the whole power gamma minus 1 അല്ലേ? V1 by V2 എന്താണ്? R ആണ്. സോ T3 by T4 is equal to എന്ന് പറയുന്നത് എന്താണ്? R പവർ ഗാമ മൈനസ് 1 ആണ് അല്ലേ? സോ T4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? T3 എനിക്ക് അതിനു മുമ്പ് നമുക്ക് ഇതിനെ സോൾവ് ചെയ്തുകൊണ്ട് പോവാം. സോ ആറിൻ്റെ വാല്യൂ കൊടുക്കുന്നു. പവറിൽ 0.4 വരും. ഇത് സോൾവ് ചെയ്യുമ്പം 218 വരും. ദാറ്റ് ഇംപ്ലൈസ് T4 is equal to T3 by 2.18. T3 വാല്യൂ എത്രയാ? 1373 divided by 2.18. സോ അത് സോൾവ് ചെയ്യുമ്പം എത്ര വരും? 629.82 കെൽവിനിലാണ്. സോ T4 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ T4 നമ്മളിവിടെ നിർത്തി വെച്ചിരുന്ന പ്രോസസ്സിൽ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. Q R is equal to CV T4 minus T1 0.718 into 629.82 മൈനസ് T1 വാല്യൂ എത്രയായിരുന്നു? 308. ഇതിനെ സോൾവ് ചെയ്തേ. സോൾവ് ചെയ്യുമ്പം 231.07 അതായത് കിലോ ജൂൾ പെർ കിലോഗ്രാം നമുക്ക് QR ആയി. സോ ഇനി വർക്ക് കാണാൻ എന്താ? W is equal to heat supplied minus heat rejected is equal to QS എത്ര കിട്ടിയേ? 504.18 minus 231.07. സോൾവ് ചെയ്താൽ 273.11 കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ വർക്ക് ഡൺ പെർ kg നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്ന ആദ്യത്തെ ഇനീഷ്യൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? QS പെർ kg ആയിരുന്നു. അത് നമുക്ക് കിട്ടി. അതിനുശേഷം കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് ഹീറ്റ് റിജക്റ്റഡ് ആയിരുന്നു. അത് നമുക്ക് കിട്ടി. സോ നെക്സ്റ്റ് വൺ, സോറി ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നതല്ല, പക്ഷെ നമുക്ക് വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കണ്ടെത്തിയത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ kg ആയിരുന്നു. അത് നമുക്ക് കിട്ടി.
ഇനി നമുക്ക് എന്താ ആർ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് തെർമൽ എഫിഷ്യൻസി കാണുന്നതുകൊണ്ട് അല്ലെങ്കിൽ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്താ ചോദിച്ചിരിക്കുന്നത് സൈക്കിൾ എഫിഷ്യൻസി കാണാൻ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം 1 - 1/r⁴Γ-1 ചെയ്ത് ഓക്കെ. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ കണ്ട് നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫിഷ്യൻസി കാണാനായിരുന്നു, ടു ഫൈൻഡ് എഫിഷ്യൻസി. സോ നമുക്ക് അറിയാം എഫിഷ്യൻസി കാണാനായിട്ട് നമുക്ക് ഓൾറെഡി ഇക്വേഷൻ ഉണ്ട്. എഫിഷ്യൻസി 1 - 1/r⁴Γ-1. ഒന്ന് ഇതിലൂടെ ചെയ്യാം. നമ്മളിപ്പോൾ എന്തായാലും വർക്ക് ഡണ്ണും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിച്ചതല്ലേ. സോ നമുക്കതുകൊണ്ട് നമുക്ക് എഫിഷ്യൻസി നമുക്ക് എന്താണെന്നറിയാം, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ് നമുക്ക് അറിയാം. സോ വർക്ക് ഡൺ എത്രയാണ് നമുക്ക് കിട്ടിയത്, വർക്ക് ഡൺ നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കിയേ, 273 ആണ് കിട്ടിയത് അല്ലേ. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് 273.11 ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് നമുക്ക് എത്ര കിട്ടിയ 504. സോ ഇത് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 0.54 വരും. അതായത് 54% എഫിഷ്യൻസിയാണ് നമുക്ക് ഈ സൈക്കിളിന് ഉള്ളത്. സോ നെക്സ്റ്റ് ഇനി നമുക്ക് മീൻ എഫക്റ്റീവ് പ്രഷറാണ് കാണേണ്ടത് അല്ലേ. മീൻ എഫക്റ്റീവ് പ്രഷറാണ് കാണേണ്ടത്. സോ മീൻ എഫക്റ്റീവ് പ്രഷർ കാണാൻ നമുക്കറിയാം വർക്ക് ഡൺ പെർ സൈക്കിൾ ഡിവൈഡഡ് ബൈ സെപ്റ്റ് വോളിയം അല്ലേ. ഇനി ടോട്ടൽ സിലിണ്ടർ വോളിയം, അതിനെ നമ്മൾ ഇപ്പോഴും V1 എന്നാണല്ലോ വിളിക്കുന്നത്. ടോട്ടൽ സിലിണ്ടർ വോളിയത്തിൽ നിന്ന് ക്ലിയറൻസ് വോളിയം കുറച്ചാൽ കിട്ടുന്ന എന്തായിരിക്കും, സെപ്റ്റ് വോളിയം ആയിരിക്കും അല്ലേ. സോ നമുക്കതിനെ V1 - V2 എന്ന് എഴുതാം. സോ ഈ V1 - V2 എന്ന് പറയുന്നത് V1 ഉം V2 നമുക്ക് അറിയത്തില്ല. നമുക്ക് ആകെ അറിയാവുന്ന V1/V2 എന്ന് പറയുന്നത് ഇവിടെ 7 ആയിരുന്നു കംപ്രഷൻ റേഷ്യോ. സോ അത് നമുക്ക് അറിയത്തുള്ളൂ. സോ നമുക്ക് V1 കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ V1 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് PV-MRT റിലേഷൻ എടുക്കാം. അതായത് PV = MRT. അതായത് ഫസ്റ്റ് ഇതിലായതുകൊണ്ട് 1, 2 പ്രോസസ്സിലായതുകൊണ്ട് P1 V1 MRT1 എന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് V1 എന്ന് പറയുന്നത് കിട്ടും. അതായത് MRT1 ഡിവൈഡഡ് ബൈ P1. M1 ആയിട്ട് കൺസിഡർ ചെയ്യുക. R എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ R എന്ന് പറയുന്നത് 287 വരും. അതായത് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇത് കിലോ ജൂളിലാണെങ്കിൽ 0. എടുക്കുന്നെങ്കിൽ 0.287 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇങ്ങനെ എടുത്താൽ മതി, ഈ വാല്യൂ എടുത്താൽ 287 എടുത്താൽ മതി. സോ V1 എന്ന് പറയുന്നത് 287 × T1. ടെമ്പറേച്ചർ 1 എത്രയായിരുന്നു, 308 ഡിവൈഡഡ് ബൈ പ്രഷർ നമുക്ക് ഇവിടെ എത്രയിലാണ് തന്നിരുന്നത്, 0.1 MPa ആയിരുന്നു. 0.1 × 10⁶ നമ്മൾ 10⁶ കൊടുത്തു, Nm/m²-ലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 0.1 × 10⁶. ഓക്കെ, ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പം V1ൻ്റെ വാല്യൂ 0.883 m³ വരും. m³ വോളിയത്തിൻ്റെ യൂണിറ്റ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ, ഇനി V1/V2 = 7 ആണ് അല്ലേ. സോ V2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും, V1/7 വരും അല്ലേ. സോ V1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.883 ഡിവൈഡഡ് ബൈ 7. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. അതായത് 0.126 m³ വരും. ഓക്കെ അല്ലേ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, MEP-ലോട്ട് തിരിച്ചു വരാം. മീൻ എഫക്റ്റീവ് പ്രഷർ അല്ലെങ്കിൽ PM. സോ ഇതെന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ സൈക്കിൾ ഡിവൈഡഡ് ബൈ സ്വെപ്റ്റ് വോളിയം ആയിരുന്നു അല്ലേ. ടോട്ടൽ സിലിണ്ടർ വോളിയം മൈനസ് ക്ലിയറൻസ് വോളിയം. സോ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ എന്ത് വന്നു, വർക്ക് ഡൺ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. എത്രയായിരുന്നു നോക്കിയേ, വർക്ക് ഡൺ 273 ആണെന്ന് തോന്നുന്നു. യെസ്, 273 ഡിവൈഡഡ് ബൈ 0.883 മൈനസ് 0.126 അല്ലേ. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയേ, 360.7 വരും.
അതായത് ഇവിടെ നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് ആക്കിയത് കൊണ്ട് ഇത് വന്നിരിക്കുന്നത് എന്താണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്. ഇതിന് വേണമെങ്കിൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ടാണ്. ഇതിനെ ഡിവൈഡ് ബൈ 1000 കൊടുത്താൽ മതി. അതായത് 0.360 0 കൊടുക്കണമെന്നില്ല, 0.36 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് മീൻ എഫക്റ്റീവ് പ്രഷർ. സോ നമ്മുടെ റിസൾട്ട്സ് എന്തായിരുന്നു? ഫസ്റ്റ് നമുക്ക് കാണാൻ പറഞ്ഞിരുന്നത് ഹീറ്റ് സപ്ലൈഡ് ആയിരുന്നു. ഹീറ്റ് സപ്ലൈഡ് എത്ര വന്നു? 504 കിലോ ജൂൾ പെർ കിലോഗ്രാം പെർ കെ ജി അല്ലേ പറഞ്ഞിരുന്നത്. വർക്ക് ഡൺ കാണാൻ പറഞ്ഞിരുന്നു 273 കിലോ ജൂൾ പെർ കിലോഗ്രാം. എഫിഷ്യൻസി കാണാൻ പറഞ്ഞിരുന്നു 54% കിട്ടി. അതുപോലെ തന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്? മീൻ എഫക്റ്റീവ് പ്രഷർ കാണാൻ പറഞ്ഞു അല്ലേ. MEP കാണാൻ പറഞ്ഞു 360.7 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്.